ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ കാറ്റഗറി നമ്പർ 537/2022. ഇതിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസും OC-യും അതുപോലെ തന്നെ BC-യും എത്രത്തോളം അഡ്വൈസ് പോയി, പുതിയ വേക്കൻസി ഏതെങ്കിലും റിപ്പോർട്ട് ആയിട്ടുണ്ടോ, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് വലുതായിട്ട് ചർച്ച ചെയ്യാനൊന്നുമില്ല. അഡ്വൈസും അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റും വളരെയധികം കുറവാണ്. പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ തിരുവനന്തപുരം SAP-യിലെ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം. ടോട്ടൽ 169 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 141, EBT-യിൽ 166, SC-യിൽ 340, ST-യിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 10, മുസ്ലിം 262, ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ 214, OBC 141, വിശ്വകർമ്മ 202, SIUC 194, ഹിന്ദു നാടാര് 85, SCCC 408A, ധീവര 210, EWS 144. പത്തനംതിട്ട KP 3-ല് അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് 257 ആണ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 230, 30ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. EBT OC-യിൽ നിന്നാണ് പോയിരിക്കുന്നത്. SC 407, ST സപ്ലിമെന്ററി ലിസ്റ്റ് 15, മുസ്ലിം 465, ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ 585, OBC 226, വിശ്വകർമ്മ 282, SIUC 455, SCCC സപ്ലിമെന്ററി ലിസ്റ്റ് 1, ധീവര 222, EWS 229, ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റ് 2. ഇനി ഇടുക്കിയിൽ ടോട്ടൽ അഡ്വൈസ് 276, ഓപ്പൺ കോമ്പറ്റീഷനിൽ 249ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. EBT 250, SC 253, ST സപ്ലിമെന്ററി ലിസ്റ്റ് 6, മുസ്ലിം 389, ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ 384, OBC 252, വിശ്വകർമ്മ 297, SIUC 371, ഹിന്ദു നാടാര് 373, SCCC 365, ധീവര 290, EWS 271. അടുത്ത എറണാകുളം നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് 203, OC-യിൽ 177ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. EBT-യിൽ 182, SC 167, ST 13, മുസ്ലിം 260, ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ 205, OBC 172, വിശ്വകർമ്മ 219, SIUC 180, ഹിന്ദു നാടാര് സപ്ലിമെന്ററി ലിസ്റ്റ് 1, SCCC സപ്ലിമെന്ററി ലിസ്റ്റ് 2, ധീവര 177, EWS 255. ഇനി തൃശ്ശൂരോട്ട് പോകുമ്പോൾ തൃശ്ശൂർ ടോട്ടൽ അഡ്വൈസ് 306, ഓപ്പൺ കോമ്പറ്റീഷൻ 265, EBT 265, SC 345, ST സപ്ലിമെന്ററി ലിസ്റ്റ് 13, മുസ്ലിം 447, ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ 705, OBC 261, വിശ്വകർമ്മ 322, SIUC 334, SCCC സപ്ലിമെന്ററി ലിസ്റ്റ് 2, ധീവര 775, ഹിന്ദു നാടാര് 572, EWS 347. ഇനി മലപ്പുറത്തോട് നോക്കുമ്പോൾ മലപ്പുറത്ത് 423 ടോട്ടൽ അഡ്വൈസ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 413ാമത്തെ റാങ്കാരൻ അഡ്വൈസ് പോയിട്ടുണ്ട്. EBT-യിൽ 414, SC 436, ST സപ്ലിമെന്ററി ലിസ്റ്റ് 9, മുസ്ലിം 417, ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 12, OBC 427, വിശ്വകർമ്മ 444, SIUC സപ്ലിമെന്ററി ലിസ്റ്റ് 2, SCCC സപ്ലിമെന്ററി ലിസ്റ്റ് 3, ധീവര 684, ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റ് 3, EWS OC-യിൽ നിന്നാണ് പോയിരിക്കുന്നത്. അടുത്ത കാസർഗോഡ് ടോട്ടൽ അഡ്വൈസ് 351, ഓപ്പൺ കോമ്പറ്റീഷനിൽ 288ാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. EBT 291, SC 665, ST സപ്ലിമെന്ററി ലിസ്റ്റ് 13, മുസ്ലിം 546, ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 9, OBC 288, വിശ്വകർമ്മ സപ്ലിമെന്ററി ലിസ്റ്റ് 1, SIUC 434, SCCC എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. ധീവര 579, ഹിന്ദു നാടാര് 513, EWS 290. അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് കിടക്കുന്നത്. ഇനി നമുക്ക് ഓരോ ബറ്റാലിയനിലും എത്ര വേക്കൻസി വെച്ചുണ്ടെന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് SAP-യിൽ ഫ്രഷ് 32 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. NJD 11 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. ടോട്ടൽ 43 വേക്കൻസിയാണ് ഉള്ളത്. TPO 5 എണ്ണമുണ്ട്. അപ്പൊ ഇതിനകത്ത് തിരുവനന്തപുരത്ത് നമ്മൾ വേക്കൻസിയുടെ ടേബിൾ നമ്മൾ നോക്കുമ്പോൾ 13/11/2021 മുതൽ 24 മുതൽ 18/1/2025 വരെയുള്ള അഡ്വൈസ് അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ GTJ സബ്സെഷൻ 1 76-455-7/2023 എന്ന് കാണിക്കുന്നു. ഇതെന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. അറിയാവുന്ന ആരും ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, പത്തനംതിട്ട KP 3-ലോട്ട് പോകുമ്പോൾ
വേക്കൻസി ഒന്നും തന്നെ ഇല്ല. അവിടെ TPO 8 എണ്ണമുണ്ട്. അത് KP 5 ഇടുക്കിയിലോട്ട് പോകുമ്പോൾ NGD 11 എണ്ണമുണ്ട്. ടോട്ടൽ അവിടെ 2 TPO ആണ് പെൻഡിംഗ് ഉള്ളത്. അടുത്ത KP 1 എറണാകുളം നോക്കുമ്പോൾ ഫ്രഷ് 15, NGD ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. TPO 4 എണ്ണമുണ്ട്. KP 2 തൃശ്ശൂരോട്ട് പോകുമ്പോൾ തൃശ്ശൂർ 21 ഫ്രഷ് വേക്കൻസി, NGD 9, അങ്ങനെ ടോട്ടൽ 30 വേക്കൻസിയാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത്. TPO 4 എണ്ണമുണ്ട്. മലപ്പുറത്തും കാസർഗോഡും വേക്കൻസി ടേബിൾ അവൈലബിൾ അല്ല. മലപ്പുറത്ത് 3 TPO ഉണ്ട്, കാസർഗോഡ് 9 TPO ഉണ്ട്. തിരുവനന്തപുരത്ത് ടോട്ടൽ 43 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. ഇടുക്കിയിൽ 11 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. എറണാകുളത്ത് 15 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. തൃശ്ശൂർ 30 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറത്തും കാസർഗോഡും വേക്കൻസി ടേബിൾ അവൈലബിൾ ആയിട്ടില്ല. അവൈലബിൾ ആവുന്ന മുറയ്ക്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തിരിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ CPOയുടെ അവസ്ഥ, സ്റ്റാറ്റസ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ എല്ലാ ചാനലിലും ഇതിന്റെ അഡ്വൈസ് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ന്യൂസ് വരുന്നുണ്ട്. ന്യൂസ് വന്നിട്ടും യാതൊരു പ്രയോജനമില്ല. കാരണം നമുക്കറിയാം പണ്ടത്തെ ഇതിന് തൊട്ട് മുമ്പുള്ള ലിസ്റ്റിലെല്ലാം വളരെ ശോകമായിരുന്നു. അതേപോലെ തന്നെ ശോകമായിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം മാത്രമേ ഉള്ളൂ, MSP മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താണെന്ന് നോക്കാം. ലിസ്റ്റ് കാലാവധി ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. 2 മാസത്തോളം മാത്രമേ ലിസ്റ്റിന് വാലിഡിറ്റി ഉള്ളൂ. അതായത് 14/4/2025 ലിസ്റ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. അപ്പൊ അതിന് മുമ്പിട്ട് ഇനി എത്രത്തോളം വേക്കൻസി റിപ്പോർട്ട് ആവുമെന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ ഇനി എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി.